प्यारे बच्चों, नवीन जमायत का सेकंड चैप्टर का सेकंड पार्ट आज हमको शुरू करना है। हमारा सेकंड चैप्टर सब्र का फल मीठा होता है। सब्र का फल मीठा होता है। ക്ഷമയുടെ ഫലം മധുരമുള്ളതാണ്। रात हो गई, രാത്രി ആയി। രാത്രി का खाना खाकर ഭഗവാൻ ദാസ് സോനെ गया। രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി പോയി। സാരാ ദിൻ, ദിവസം മുഴുവനും ധൂപ്പുമേ കാം കർത്തെ കർത്തെ, വെയിലിൽ പണിയെടുത്ത് വോത്തക്ക് ഗയാത, അദ്ദേഹം ക്ഷീണിച്ചു പോയിരുന്നു। ഫിർബി, എന്നിട്ടും ഉസ്കോ നീന്ത് നഹിയായി, അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല। ഇത്തനമേ ഉസ്കി ബീവി, ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർ കെ കാം കാജ് സെ, വീട്ടുജോലികളിൽ നിന്ന് തക്കീഹാരി കമ്രമയായി, വീട്ടുജോലികൾ ചെയ്ത് ക്ഷീണിച്ച് റൂമിലെത്തി। രാത് മേ ജബ് ബാൽ ബച്ചെ സോ ജാത്തെ തോ, രാത്രിയിൽ കുട്ടികളും ഒക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ, ആധി രാത്ത് തക്ക്, അർദ്ധരാത്രി വരെ, അക്സർ ദോനോ മിയാ ബീവി ബൈട്ടിക്കർ, അധിക ദിവസങ്ങളിലും ഭാര്യയും ഭർത്താവും, മിയാ ബീവി, മിയ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ബീവി ഭാര്യ, മിയാ ബീവി ഭാര്യയും ഭർത്താവും ബൈട്ടിക്കർ ഇരുന്നിട്ട്, ആപ്പസ്മേ പരസ്പരം ഗർക്കെ സുഖ ദുഃഖിക്ക് ബാത്തെ കിയ കർത്തേത്, വീട്ടിലെ സുഖദുഃഖങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു। ബാഗ്മതി ഗർക്കെ സുഖ ദുഃഖമേ, ബാഗ്മതി ഗർക്കെ സുഖ ദുഃഖമേ, വീട്ടിലെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഹമേശ എപ്പോഴും അപ്പന ഷൗക്കർ കാ സാത്ത് ദേത്തി, ഭർത്താവിൻ്റെ കൂടെ കൂടിയിരുന്നു। ഓ മുസ്കുരാത്തി ഹുയി കഹലിലേക്ക്, അങ്ങനെ ക്ഷീണിച്ച് ഉറങ്ങാതെ കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് പോയി ഭാര്യ ഭർത്താവിനോട് പറയുന്നു, യേ ക്യാ സോച്ച് രഹേ ഹൈ മേരെ സർത്താജ്, മേരെ സർത്താജ്, നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അബ് തക് നീന്ത് നഹി ആയി ക്യാ, ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? നീന്ത് കൈസെ ആയേഗി ബാഗി, ഉറക്കം എങ്ങനെ വരും? കൈസെ ആയേഗി, എങ്ങനെ വരും? ആകെ ദീപാവലിക്ക് രാത്ത് ആയേഗീന, തൊട്ടടുത്ത ദിവസം ദീപാവലി വരികയല്ലേ? ഹം കൈസെ ദിയെ ജലായെങ്കിൽ, നമ്മളെങ്ങനെ ദീപം വിളക്ക് തെളിയിക്കും? ഹമാരെ ആൻസൂസെ ദീപ് ജല സക്തേ ക്യാ, നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ ദീപം തെളിയിക്കാൻ പറ്റുമോ? ആപ് ഇത്തിരി ഉദാസ് ക്യോ ഹേ, നിങ്ങൾ എന്തിനാണ് ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത്? ദിൽ വ ദിമാഗ് കാ സുക്കൂൻ, മനസ്സിൻ്റെ സമാധാനം ക്യോ ബർബാദ് കർത്തേ ഹേ, എന്തിനു നശിപ്പിക്കണം? ജിന്ദഗി മേ ഐസി മുഷ്കിൽ ഘടിയാ ആത്തി ഹി രഹത്തി ഹൈ, ജിന്ദഗി മേ, ജീവിതത്തിൽ, ഐസി മുഷ്കിൽ ഘടിയ, ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങൾ, ആത്തി ഹി രഹത്തി ഹൈ, വന്നുകൊണ്ടേയിരിക്കും। മേരെ സർത്താജ്, ബാഗ്മതിനെ നിർമ്മിസെ കഹ, വളരെ സ്നേഹമുള്ള ഭാഷയിൽ അവർ പറഞ്ഞു। ഹം കൈസെ സുക്കൂൻ സെ ബൈഠെങ്കി ബാഗ്മതി, നമ്മളെങ്ങനെ സമാധാനിച്ചിരിക്കും? എന്തുകൊണ്ട്? അകലെ മഹീനമേ, അടുത്ത മാസം, സാവിത്രിക്ക് ഇംതിഹാൻ ഹേ, സാവിത്രിയുടെ പരീക്ഷയാണ്, ഇംതിഹാൻ പരീക്ഷയാണ്। അബ് തക് ഉസ്കി ഫീസ് അദാ നഹി കർ പായ, ഇതുവരെ അവളുടെ ഫീസ് അടച്ചിട്ടില്ല। ബേട്ടി ഹർ ദിൻ, ബേട്ടി മകൾ, ഹർ ദിൻ, എല്ലാ ദിവസവും, ജിദ് കർത്തി രത്തിയെ, വാശി പിടിക്കുകയാണ്, ഫീസ് അടക്കണം എന്ന് പറഞ്ഞു। അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, ദീപാവലി വരുന്നു, ദീപാവലിക്ക് വസ്ത്രങ്ങൾ വാങ്ങണം, വിളക്ക് കത്തിക്കണം, ഭക്ഷണം തയ്യാറാക്കണം, സാവിത്രിയുടെ പരീക്ഷയുടെ ഫീസും അടക്കണം। ആപ് സബ്ർ കീജിയെ, നിങ്ങൾ ക്ഷമിക്കുക, സബ്ർ കീജിയെ, ക്ഷമിക്കുക। ഭഗവാൻ ഹമാരെ ലിയെ, ദൈവം നമുക്ക്, കൊയ്ന കോയി ഹൽ, എന്തെങ്കിലും ഒരു പരിഹാരം, പരിഹാരം, സറോ നിക്കാലേക, ദൈവം കാണിച്ചു തരും। എന്തുകൊണ്ട്? സബ്ർ കാ ഫൽ മീഠാ ഹോത്താ ഹെ, സബ്ർ കാ ഫൽ മീഠാ ഹോത്താ ഹെ, ക്ഷമയുടെ ഫലം മധുരമുള്ളതാണ്। യേ തും ക്യാ കഹ് രഹി ഹോ ബാഗ്മതി, നീ എന്താണ് പറയുന്നത് ബാഗ്മതി? ഭൂക്കേ പേട്ട, വിശക്കുന്ന വയറ്, കൈസെ സബ്ർ ഹോഗ, എങ്ങനെ ക്ഷമിക്കും? എല്ലാം ക്ഷമിക്കും, ദാഹവും വിശപ്പും ക്ഷമിക്കാൻ കഴിയില്ല। ദിഖാവേ കി ഇസ്സത്ത് ഔർ ശരാഫത്ത് സെ ക്യാ ഫായിദ, ജനങ്ങൾ കാണുന്ന അന്തസ് കൊണ്ടും അഭിമാനം കൊണ്ടും എന്ത് പ്രയോജനം? ദൂസരോം കി തരഹ്, മറ്റുള്ള ആളുകളെപ്പോലെ, ഹമേം ബി ആരാം ചാഹിയെ, നമുക്കും സുഖം വേണം, സന്തോഷം വേണം।
പേട്ട് ഭർ ഖാന ചാഹിയെ, വയറ് നിറച്ച് നമുക്കും ഉണ്ണണം. മറ്റുള്ള ആളുകളൊക്കെ തിന്നുന്നത് പോലെ വയറ് നിറച്ച് നമുക്കും ഉണ്ണണം, നമുക്ക് ദാഹം വിശപ്പും മാറ്റണം. ആഖിർ കബ് തക്, അല്ലാതെ എത്ര കാലം. ഹം അപ്പനെ അർമാനോ കാ ഗില, നമ്മുടെ പരാതിക്കെട്ടുകൾ, ആഗ്രഹങ്ങളുടെ കെട്ടുകൾ, ഘോടത്തെ രഹെങ്കി, നമ്മൾ എത്ര കാലം ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പം ഇത്രമാത്രമൊക്കെ വിഷമങ്ങളും സംഘർഷങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം വളരെ വിഷമത്തിലാണ്. ഈ സമയത്ത് ഭാര്യ, ഒരു നല്ല ഭാര്യ ആ ഭർത്താവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ബാക്കി ഇതൊക്കെ വെച്ചോ, ഇതുവരെ നമ്മൾ നേരത്തെ എടുത്തതായിരുന്നു. ഇനി അടുത്തത്, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു ചിത്രം ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 ദേക്കോ, 11ാമത്തെ പേജിൽ. ഈ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഏക് വേസ്റ്റ് ബിൻ ഹെ. ഇസ്മേ ക്യാ ദേഖ്തേ ഹെ? എന്താണ് നിങ്ങൾ കാണുന്നത്? ഏക് വേസ്റ്റ് ബിൻ ഹെ. പിന്നെ കൈ ജാൻവർ ഔർ ചിടിയാ ഹെ. കൈ ജാൻവർ ഔർ ചിടിയാ ഹെ. കുറെ മൃഗങ്ങളും പക്ഷികളുണ്ട്. ഓക്കെ, वो जानवर और चिड़िया कौन सा खाना खाता है? ആ മൃഗങ്ങളും പക്ഷികളും എന്താ ചെയ്യണത്? ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? അവിടുന്ന് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓ ജാൻവർ और ചിടിയ, ആ മൃഗങ്ങളും പക്ഷികളും കോൻസ ഖാന, ഏത് ഭക്ഷണമാണ് കാത്താഹെ കഴിക്കുന്നത്? ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത്? ജൂട്ടേ ഖാന, ജൂട്ടേ ഖാന അല്ലേ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ കാ ഖാന കാത്തേഹെ, വേസ്റ്റ് ബിന്നിൽ തള്ളിയ, മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. വേസ്റ്റ് ബിൻ കെ പാസ് കോൻ ഹെ, ആ വേസ്റ്റ് ഡബ്ബയുടെ, ആ ഒരു മാലിന്യ കൂമ്പാരത്തിൻ്റെ തൊട്ടടുത്ത് ആരുണ്ട്? ഏക്ക് ബച്ച കെടുത്ത ഹായ്, ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അല്ലേ? देखो, वो जानवर और चिड़िया वेस्ट बिन के खाने खाते वक्त एक बच्चा उसके पास करते हैं. बच्चों, इस बच्चे को, ई कुटी के जानवरों की तरह खा सकते हैं ना, चिड़ियों की तरह खा सकते हैं ना. അതിൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് ഈ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? മൃഗങ്ങളും പക്ഷികളും വേസ്റ്റ് ബിന്നിൽ നിന്ന് എല്ലാ ഭക്ഷണവും കൊത്തി വലിച്ച് പെറുക്കി തിന്നുമ്പോൾ ആ മനുഷ്യ കുഞ്ഞിനെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ഭക്ഷണം തിന്നാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്തുകൊണ്ട്? അവിടുത്തെ ഭക്ഷണം ഒന്ന് എന്താണ്? ഗന്ധാ ഖാനാഹെ, ഗന്ധാ ഖാനാഹെ, അഴുകിയ മാലിന്യമായ ഭക്ഷണങ്ങളാണ് അവിടെ ഉള്ളത് അല്ലേ? പിന്നെന്ത് ചെയ്യുക? ആദമി ജാൻവറോക്കി തെര നഹി ഹോഗ, മനുഷ്യൻ ആരെ പോലെയല്ല, മൃഗങ്ങളെ പോലെ അല്ല. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പാഠം നോക്കാം. ആ അടുത്ത പാഠത്തിൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ബാഗുമതി തന്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, അപ്ന പേട്ട് ജാൻവർ ബി ബർലേത്തെ ഹേന. ബാഗുമതി ഭർത്താവിനോട് ചോദിക്കുകയാണ്, അപ്ന പേട്ട ജാൻവർ ബി ബർലേത്തെ ഹേന, ആദമി വഹി ഹെ ജോ ആദമി കെ കാം ആയേ. അപ്ന പേട്ട് ജാൻവർ ബി ബർലേത്തെ ഹേന, അപ്ന പേട്ട് സ്വന്തം വയറുകൾ, ജാൻവർ ബി ബർലേത്ത ഹേന മൃഗങ്ങളും സ്വന്തം വയറുകൾ നിറക്കുന്നില്ലേ എന്ന് ബാഗുമതി ഭർത്താവിനോട് ചോദിക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും അപ്ന പേട്ട് ജാൻവർ ബി ബർലേത്ത ഹേന, ചിടിയാം ബി ബർലേത്ത ഹേന, സ്വന്തം വയറുകൾ പക്ഷികളും മൃഗങ്ങളൊക്കെ വയറ് നിറക്കുന്നില്ലേ? പക്ഷേ ആദമി വഹീഹെ ജോ ആദമിക്ക് കാമായ, പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല. ആദമി വഹീഹെ, മനുഷ്യർ അവരാണ്. ആരാണ് മനുഷ്യർ? ജോ ആദമിക്ക് കാമായേ, ജോ ആദമിക്ക് മദത് കരെ, ആരാണോ പരസ്പരം മനുഷ്യരെ സഹായിക്കുന്നത് അവരാണ് യഥാർത്ഥ മനുഷ്യർ, അല്ല മൃഗങ്ങളെ പോലെ ഉള്ളവരല്ല. ഖുദാസെ ദുആ കീജിയെ, അതുപോലെ തന്നെ മൃഗങ്ങൾ ഏത് ഭക്ഷണവും അവർക്ക് കഴിക്കാം. മലിനമായ ഭക്ഷണം നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ ആരുടെ ഭക്ഷണവും നോക്കേണ്ട ആവശ്യമില്ല, ഹലാലോ ഹറാമോ നോക്കേണ്ട ആവശ്യമില്ല, അവർ ഏത് ഭക്ഷണവും കഴിക്കും അല്ലേ? അപ്പം മൃഗങ്ങളും പക്ഷികളും വയറ് നിറക്കുന്നുണ്ട്, എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ട് ഖുദാസെ ദുആ കീജിയെ, ബാഗുമതി തന്റെ ഭർത്താവിനോട് പറയുകയാണ്, ഖുദാസെ ദുആ കീജിയെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, ഭഗവാനോട് പ്രാർത്ഥിക്കൂ, കെ അപ്ന ഖാന ഷരീഫാന രഹെ, അപ്ന ഖാന
ഷരീഫാന രഹെ. എന്താണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? ഖുദാസെ ദുആ കീജിയെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. എന്ത്? അപ്ന ഖാന, നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, ഷരീഫാന രഹെ, അപ്ന ഖാന അച്ഛ രഹെ, ഷരീഫാന രഹെ, നമുക്ക് കഴിക്കാനുള്ളത് നല്ല ഭക്ഷണമാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ജൂട്ട്, ചോരി, ആ റിശ്വത്ത് സെ പാക്ക് രഹെ, നമ്മുടെ ഭക്ഷണം എന്താവണം? ജൂട്ട്, ചോരി ഔർ റിശ്വത്ത് സെ പാക്ക് രഹെ. ജൂട്ട് പറഞ്ഞാ കളവ്, അഴിമതി. ചോരി പറഞ്ഞാലും മോഷണം, റിശ്വത്ത് പറഞ്ഞാലും കൈക്കൂലി. അപ്പം നമ്മുടെ ഭക്ഷണം എന്താവണം? അഴിമതിയിൽ നിന്നും, മോഷണം പിടിച്ചു പറിച്ചതിൽ നിന്നും, കൈക്കൂലിയിൽ നിന്നൊക്കെ പാക്കിരഹെ, പരിശുദ്ധമാവണം. മൃഗങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി പിന്നെന്താണ് അഴിമതിയുടെ ഭക്ഷണമോ മോഷ്ടിച്ച ഭക്ഷണമോ ഇവിടെ കൈക്കൂലിയുടെ ഭക്ഷണമോ നോക്കേണ്ട ആവശ്യം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇല്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ ഭക്ഷണം എന്തായിരിക്കണം? ഖാന ഷരീഫാന രഹെ, അച്ഛാ രഹെ, നല്ല പരിശുദ്ധമായിരിക്കണം. ജൂട്ട്, ചോരി, റിശ്വത്ത് സെ പാക്ക് രഹെ. ജൂട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഴിമതി, കളവ്. ചോരി പറഞ്ഞാൽ മോഷണം, റിശ്വത്ത് പറഞ്ഞാൽ കൈക്കൂലി. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? പാക്ക് രഹെ, പാക്കറ പരിശുദ്ധം, പാക്ക് രഹെ പരിശുദ്ധമാവണം. അല്ലാതെ മറ്റുള്ളവരെ മാതിരി എന്തും കണ്ടത് മുഴുവൻ പെറുക്കി തിന്നാൻ മനുഷ്യർക്ക് വഴിയില്ല. ഹമാരി തോടി ബഹുത്ത് ഈമാൻദാരി और സബർ व റിസാ के सबब लोग हमारी इज्जत करते हैं. പറഞ്ഞു മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെയല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമുക്ക് സമൂഹത്തിൽ കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ വേണം, ഉണ്ടാവണം. ഹമാരി തോടി ബഹുത്ത് ഈമാൻദാരി, നമുക്ക് കുറച്ചു നമ്മുടെ തോടി ബഹുത്ത് ഈമാൻദാരി. ഈമാൻദാരി എന്നാൽ വിശ്വസ്തത, സത്യസന്ധത. നമുക്ക് നമ്മുടെ കുറഞ്ഞ തോതിലുള്ള നമ്മുടെ വിശ്വസ്തതയും സത്യസന്ധതയും. സൊബുർ വരിസാക്കെ, സൊബുർ ആണല്ലോ ക്ഷമ. സൊബുർ വരിസാക്കെ സബബ്, സംതൃപ്തി. നമ്മളൊക്കെ കുറച്ചെങ്കിലും നമുക്കുള്ള നമ്മുടെ വിശ്വസ്തതയും ക്ഷമയും നമ്മുടെ സംതൃപ്തിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ലോക് ഹമാരി ഇജ്ജത്ത് കർത്തേ ഹെ, ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നത്, നമ്മളെ ആദരിക്കുന്നത്, നമുക്ക് സമൂഹത്തിൽ സ്ഥാനങ്ങൾ ഉള്ളത്. അപ്പം എന്ത് ചെയ്യണം? കുറച്ചൊക്കെ സത്യസന്ധതയും ക്ഷമയും സംതൃപ്തിയും ഒക്കെ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ലോക് ഹമാരി ഇജ്ജത്ത് കർത്തേ ഹെ, ജനങ്ങൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. വർണ്ണ അതല്ലെങ്കിൽ ഏത് കട്ടതും പിടിച്ചതും നമ്മൾ ഭക്ഷിച്ച് നടക്കുകയാണെങ്കിൽ ഹമൈ ഖോൻ പൂച്ച്ത, നമ്മെ ആര് അന്വേഷിക്കും? നമ്മെക്കുറിച്ച് ആരറിയും? ബാഗുമതിനെ ബഡി ആജിസെ അപ്പനെ ഷോർക്കോ ബത്തായ. ബാഗുമതി ബഡി ആജിസെ, വളരെ താഴ്മയോടുകൂടി അപ്പനെ ഷോർക്കോ ബത്തായ, തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ എന്ത് ചെയ്യാം? ഐസി മുഷ്കിൽ ഔക്കാത്ത് മുഷ്കിൽ ഘടിയ ആത്തിഹി രേത്തിഹെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ള ഘട്ടങ്ങളൊക്കെ വരും. ഖുഷി ഔർ ദുഃഖ് ബി ഹോത്തേ ഹെ, സന്തോഷങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സബർ വരിസാ കെ സാത്ത് ജിന്ദഗി ഗുസാർന ഹെ. സബർ വരിസാ കെ സാത്ത്, ഈമാൻദാരി കെ സാത്ത്, വിശ്വസ്തയോടെയും ക്ഷമയോടെയും നമ്മൾ എന്ത് ചെയ്യണം? ജീവിതം മുന്നോട്ട് നയിക്കണം. ഈ പാഠത്തിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ആശയം. മൃഗങ്ങളെപ്പോലെയും പക്ഷികളെപ്പോലെയും നമ്മൾ ജീവിക്കാൻ പാടില്ല. പരസ്പരം എന്ത് ചെയ്യണം? സഹായിച്ചും കൊണ്ടും കൊടുത്തും നമ്മൾ ജീവിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ 1-2 പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 12 നോക്കൂ, 12ാമത്തെ പേജ് നോക്കൂ. അവിടെ 1ാമത്തെ പ്രവർത്തനം ഉണ്ട്. എന്താണത്? അപ്ന പേട്ട് ജാൻവർ ബി ബർലേത്തെ ഹേന. കേട്ടോ, ബാഗമതി തന്റെ ഭർത്താവിനോട് പറഞ്ഞൊരു ചോദ്യമാണത് അല്ലേ? അപ്ന പേട്ട് ജാൻവർ ഭി ബർലേത്തെ ഹേന, आदमी वही है जो आदमी के काम आए. खुदा से दुआ कीजिए कि अपना खाना शरीफाना रहे. बच्चों, बागमती ऐसा क्यों कह रही है? अपनी राय पेश कीजिए. എന്താണ് ഈ ചോദ്യം? നമുക്ക് നോക്കുക.
അപ്പന പേട്ട് ജാൻവർ ബി ബിർലേത്തെ ഹേന, സ്വന്തം വയറുകൾ മൃഗങ്ങളും എല്ലാം നിറക്കുന്നില്ലേ. ആദമി വഹിയെ എന്ന മനുഷ്യർ അവരാണ് ജോ ആദമിക്ക് കാമായ, മനുഷ്യരെ പോലെ ജീവിക്കണം, കൊണ്ടും കൊടുത്തും സഹായിച്ചും ജീവിക്കണം. അതുകൊണ്ട് ഹുദാസെ ദുആ കീജിയെ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അപ്പന ഖാന, നമ്മുടെ ഭക്ഷണം എന്താവണം, ഷെരീഫാന അച്ഛാ രഹേ, നമ്മുടെ ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ബച്ചോ ബാഗുമതി ഐസ ക്യോ കഹിരഹിയെ, ബാജുഗതി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പിനി റായ്, നമ്മുടെ അഭിപ്രായം, അപ്പിനി റായ് നമ്മുടെ കുട്ടികളുടെ അഭിപ്രായം പേഷ് കീജിയെ, നിങ്ങൾ എഴുതുക. അപ്പം ബാഗുമതി പറഞ്ഞെന്താണ് ഭർത്താവിനോട്, മൃഗങ്ങൾ പോലെ പക്ഷികളെ പോലെ നമ്മൾ വേറെ നിറക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഭക്ഷണം മാന്യമായി ഇരിക്കാൻ വേണ്ടി, നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ പറയാം. ഈസ് ദുനിയാ മേ ആദമി ജാൻവർ और चिड़िया जैसे कई तरह के जानदार हैं. ഈസ് ദുനിയാ മേ, ഈ ലോകത്ത് ആദമി മനുഷ്യർ, ജാൻവർ മൃഗങ്ങൾ, और ചിടിയ പക്ഷികൾ, ജൈസെ പോലെയുള്ള, കൈ തരയ്ക്ക് പലതരത്തിലുള്ള, ജാൻദാർ ഹൈ ജാൻദാർ ജീവികളുണ്ട്. അപ്പോൾ പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യരെ പോലെയുള്ള പല മൃഗങ്ങളും ഈ ലോകത്തുണ്ട്. ഇസ്മേ, ഇതിൽ ഇക്കൂട്ടത്തിൽ ആദമി ബഡി അഹമിയത്ത് രഖ്തേ ഹെ, ആദമി മനുഷ്യർ ബഡി അഹമിയത്ത് വളരെയധികം പ്രാധാന്യവും മഹത്വവും രഖ്തേ ഹെ ഉള്ളവരാണ്. ഇൻസാൻ കി ജിന്ദഗി, മനുഷ്യരുടെ ജീവിതം, ഇൻസാൻ കി ജിന്ദഗി മനുഷ്യരുടെ ജീവിതം, ജാൻവറോ കി തര മൃഗങ്ങളെ പോലെ ന ഹോനി ചാഹിയെ, ആവാൻ പാടില്ല. ജാൻവർ ആർ പരിന്ദേ, മൃഗങ്ങളും പക്ഷികളും, ഗന്ധ പാനി പീത്താഹെ മലിനജലങ്ങൾ കുടിക്കുന്നു. ആർ ഗന്ധ ഖാന കാത്തഹെ മലിനമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ലേക്കിൻ, അടുത്ത പാരഗ്രാഫ് കേട്ടോ, ലേക്കിൻ ആദമി, പക്ഷേ ആദമി ഐസി നഹോ, മനുഷ്യൻ അങ്ങനെയാവരുത്. ഹംകോ അച്ഛ ഔർ താസ ഖാന ചാഹിയെ, ഹംകോ നമുക്ക്, അച്ഛ നല്ലത്, ഔർ താസ പുതിയത്, ഖാന ചാഹിയെ അപ്പൊ നമുക്ക് നല്ല പുതിയ ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്. ജാൻവർ ആർ പരിന്ദേ, മൃഗങ്ങളും പക്ഷികളും, ഖാനെ കേലിയെ ഭക്ഷണത്തിന് വേണ്ടി, ജഗഡ കർത്താഹെ പരസ്പരം കലഹിക്കുന്നു, അടിപിടി കൂടുന്നു. ലേക്കിൻ പക്ഷേ ആദമി മനുഷ്യൻ ബഡി ഹുർമത്ത് और इज्जत के साथ जीना है. ബഡി ഹുർമത്ത് എന്നാൽ ആദരവ്, ബഹുമാനം, और इज्जत के साथ जीना है, और इज्जत के साथ जीना है, അന്തസ്സോടെയും അഭിമാനത്തോടെയും എന്ത് ചെയ്യണം, ജീവിക്കണം. ഹമാര ഖാന, നമ്മുടെ ഭക്ഷണം, ഔർ റോട്ടി രണ്ടും, ഖാന റോട്ടി രണ്ടും ഒന്ന് തന്നെയാണ്. ഹമാര ഖാന ഔർ റോട്ടി, നമ്മുടെ ഭക്ഷണം, ഹമേശ എപ്പോഴും, റിശ്വത്ത് ജൂട്ട് ഔർ ചൂരി സെ പാക്ക് ഹോനാ ഹെ, നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം, റിശ്വത്ത് കൈക്കൂലിയിൽ നിന്ന്, ജൂട്ട് അഴിമതിയിൽ നിന്ന്, ചോരീസെ മോഷണത്തിൽ നിന്ന്, പാക്ക് ഹോനാഹെ പരിശുദ്ധമാവണം. അപ്പൊ നമ്മുടെ ഭക്ഷണം എന്ത് ചെയ്യണം, എപ്പോഴും പരിശുദ്ധമായ ഭക്ഷണമായിരിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിനുള്ള ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ശ്രദ്ധിക്കൂ. നീച്ചെ ദിയേ ഗയെ ജുംലെ ഗൗർ സെ പഠിയേ और उनका मतलब अपने अल्फाज में वाज़े कीजिए. नीचे दिए गए, താഴെ നൽകിയിട്ടുള്ള, ജുംലെ സെന്റൻസുകൾ, ഗൗർ സെ പഠിയെ വളരെ ശ്രദ്ധയോടെ വായിക്കുക. അപ്പൊ നീച്ചെ ദിയേ ഗയെ ജുംലെ എന്ന് പറയുന്നത് താഴെ നൽകിയിട്ടുള്ള സെന്റൻസുകൾ ഗൗർ സെ പഠിയെ ശ്രദ്ധയോടെ വായിക്കുക. और उनका मतलब, ആ വാചകത്തിന്റെ ആശയം, അപ്നെ അൽഫാസ് മേ വാജി കീയെ നമുക്ക് അറിയുന്ന രൂപത്തിൽ വിശദീകരിക്കുക. ഏതൊക്കെയാണത്? ഒന്ന്, സബർ കാ ഫൽ മീഠാ ഹോത്താ ഹെ, സബർ കാ ഫൽ മീഠാ ഹോത്താ ഹെ, ക്ഷമയുടെ ഫലം മധുരമുള്ളതാണ്. രണ്ടാമത്തതോ, ആദമി വഹി ഹേ ജോ ആദമി കെ കാമായേ, മനുഷ്യർ ആരാണ്? പരസ്പരം സഹായിക്കുകയും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഈ രണ്ട് വാക്കുകളുടെ, അതൊക്കെ
സബർ കാ ഫൽ മേട്ട ഹോത്താ ഹെ, ക്ഷമയുടെ മധുരമുള്ളതാണ് എന്നതും ആദമി വഹിയെ ജോ ആദമിക്ക് കാമായി എന്നതിൻ്റെയും ആശയം എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി എന്ത് ചെയ്യണം, അത് എഴുതി പഠിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് എന്ത് ചെയ്യാ, സബർ കാ ഫൽ മേട്ട ഹോത്താ ഹെ എന്ന ഉത്തരം ഒന്ന് എഴുതി നോക്കാം. നോക്കിക്കോളും, അതിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. സബർ കാ ഫൽ മേട്ട ഹോത്താ ഹെ, ക്ഷമയുടെ ഫലം മധുരമുള്ളതാണ്. സബർ ഏക് അച്ചി ആദത്ത് ഹെ, സബർ ക്ഷമ എന്നുള്ളത് ഏക് അച്ചി ആദത്ത് ഹെ, ഒരു നല്ല സ്വഭാവമാണ്. ആദത്ത് സ്വഭാവമാണ്. യേ ഹമാരി ജിന്ദഗി മേ സബ്സെ അഹം ഹെ, ഇത് ക്ഷമ ഹമാരി ജിന്ദഗി മേ നമ്മുടെ ജീവിതത്തിൽ സബ്സെ അഹം ഹെ, ഏറ്റവും അഹം ഹെ മുഖ്യമാണ്. സബർ നഹീത്തോ, ക്ഷമയില്ലെങ്കിൽ ജിന്ദഗി ഗുസാർന, ജീവിക്കുക എന്നുള്ളത് ബഡി മുഷ്കിൽ ഹോഗി, വളരെ പ്രയാസമാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, ക്ഷമയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ഇൻസാൻ കി ജിന്ദഗി മേ, അവിടെ ഇൻസാൻ കി ജിന്ദഗി എന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. ഇൻസാൻ കി ജിന്ദഗി മേ, മനുഷ്യരുടെ ജീവിതത്തിൽ കബി കബി ഖുഷി ഔർ ദുഃഖ് ഹോങ്കെ, കബി കബി ചിലപ്പോൾ ഖുഷി ഔർ ദുഃഖ് ഹോങ്കെ, സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. ദുഃഖ് ഔർ മുസീബത്ത് കെ വക്ത്, ദുഃഖങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ, ദുഃഖ് ഔർ മുസീബത്ത് കെ വക്ത്, ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, ഹം സബർ കെ സാത്ത്, നമ്മൾ സബർ കെ സാത്ത് രഹന, ക്ഷമയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ലാസിം ഹെ, നമുക്ക് നിർബന്ധമാണ്. ക്യോങ്കെ, എന്തുകൊണ്ടെന്നാൽ സബർ കാ ഫൽ മേട്ട ഹോത്താ ഹെ, ക്ഷമയുടെ ഫലം മധുരമുള്ളതാണ്. ഇനി രണ്ടാമത്തത് ഏതാ, ആദമി വഹി ഹെ ജോ ആദമി കെ കാം ആയെ, അതിന്റെ ആശയം നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. ആദമി ഏക് സമാജി ജാൻവർ ഹെ, ആദമി മനുഷ്യൻ ഏക് സമാജി ജാൻവർ ഹെ, ഒരു സോഷ്യൽ ആനിമലാണ്, സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. ലേക്കിൻ പക്ഷേ വോ ജാൻവറോ കി തരഹ്, അവരെ ജാൻവറോ കി തരഹ്, മൃഗങ്ങളെ പോലെ രഹി നഹി സക്ത, ജീവിക്കാൻ പറ്റില്ല. ആപസ്മേം, പരസ്പരം എന്ത് വേണം, പ്യാർ മുഹബ്ബത്ത് और हमदर्दी के साथ रहना है. आपस में പരസ്പരം എന്ത് വേണം, പ്യാർ സ്നേഹം വേണം, പ്യാർ മുഹബ്ബത്ത് സ്നേഹം വേണം. അവർ ഹംദർദി കെ സാത്ത് रहना है, എമ്പതിയോടുകൂടിയും ഗുണകാംക്ഷയോടുകൂടിയും ജീവിക്കണം പരസ്പരം. ഇൻസാൻ കി ജിന്ദഗി മേ, മനുഷ്യരുടെ ജീവിതത്തിൽ കബി കബി ഖുഷി ഔർ ദുഃഖ് ഹോങ്കെ, ചിലപ്പോഴൊക്കെ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. ഐസേ ഹാലത്ത് മേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ, ഐസേ ഹാലത്ത് മേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യണം, ഹം ആപ്പസ് മേ മിൽ ജുൽ കർ, ഹം ആപ്പസ് മേ, നമ്മൾ പരസ്പരം മിൽ ജുൽ കർ രഹന അച്ചാ ഹെ, പരസ്പരം കൂടിച്ചേർന്ന് ഐക്യത്തോടു കൂടി ജീവിക്കണം. ആദമി വഹി ഹെ, ആ മനുഷ്യർ ഇവരാണ്. ആരാണ് മനുഷ്യർ, ജോ മുസീബത്ത് കെ വക്ത്, അവിടെ മുസീബത്ത് കെ ഇല്ലാതെ നിങ്ങൾ എഴുതണം. മുസീബത്ത് കെ വക്ത്, ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ദൂസരം കി മദത് കർണേ വാലെ, പരസ്പരം മറ്റുള്ളവരെ സഹായിക്കണം. അതാണ് മനുഷ്യരായി ജീവിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തമായി നോട്ട് ബുക്കിലേക്ക് വൃത്തിയായി എഴുതിയെടുക്കണം. ഇനി നമുക്ക് ഇതിൽ ഒരു പ്രവർത്തനം കൂടിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല, നിങ്ങൾ സ്വന്തമായി ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, എന്താണ് മൂന്നാമത്തെ പ്രവർത്തനം? ചെയ്യാൻ പറഞ്ഞ ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം, അതല്ലാതെ അത് മടി കാണിച്ചിരിക്കരുത്. അകലെ മഹീനെ മേ സാവിത്രി കാ ഇംതിഹാൻ ഹെ, അടുത്ത മാസം സാവിത്രിയുടെ പരീക്ഷയാണ്. അബ് തക്ക്, ഇതുവരെ ഉസ്കി ഫീസ് അദാ നഹി കർ പായ, അവളുടെ ഫീസ് അടച്ചിട്ടില്ല. ബച്ചോ, അങ്ങനെ ഫീസ് അടക്കാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സാവിത്രി എന്ന് പറയുന്ന ആ പൊന്നുമോള്, അവളെ സാമ്പത്തികമായി പ്രയാസമുള്ളത് കൊണ്ട് ഇതുവരെ അവളുടെ ഫീസ് അടച്ചിട്ടില്ല. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ മേടിക്കാൻ കഴിയുന്ന കുട്ടിയാണ്. പക്ഷേ സാമ്പത്തികം എന്നൊരു വിഷയം കാരണം അവൾക്ക് ഫീസ് അടക്കാൻ കഴിയാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് ആര്, സാവിത്രി. അങ്ങനെ ബച്ചോ, അഗർ ആപ്കോ ഭഗവാൻ ദാസ് കി ബേട്ടി സാവിത്രി സെ മിൽനെ കാ മൗക്ക മിലെ തോ, അഗർ ആപ്കോ, നിങ്ങൾക്ക് ഭഗവാൻ ദാസ് കി ബേട്ടി, ഭഗവാൻ ദാസിന്റെ മോള് സാവിത്രിയുമായി മിൽനെ കാ മൗക്ക മിലെ തോ, കണ്ടുമുട്ടാൻ സാഹചര്യം വന്നാൽ ആപ്പ് ഉസ്സെ ക്യാ ക്യാ ബാത്തേം കരേങ്കെ, നിങ്ങൾ അവളോട് എന്തൊക്കെയാണ് സംസാരിക്കുക. അപ്പോൾ നമ്മൾ
സാന്ദർഭികമായി അല്ലെങ്കിൽ യാദൃശ്ചികമായി ആരെ കാണുന്നു? ഭഗവാൻ ദാസിന്റെ പഠിക്കുന്ന ഫീസ് അടക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സാവിത്രിയുമായി നമ്മൾ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവളുമായി കണ്ടുമുട്ടിയാൽ ക്യാ ക്യാ ബാത്തേം കരേങ്കെ, നിങ്ങൾ അവളോട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുക? ഗുഫ്തഗു തയ്യാർ കീജിയെ. ഗുഫ്തഗു എന്താ? കോൺവെർസേഷൻ, വാർത്താലാപ് അല്ലെ, ഒരു സംഭാഷണം നിങ്ങൾ തയ്യാറാക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ആ സംഭാഷണം തയ്യാറാക്കൽ എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. പശ്ചാത്തലം, സാവിത്രി ആരാണ് നമുക്കറിയാം. ഭഗവാൻ ദാസിന്റെയും ഭാഗമതിയുടെയും ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് എന്ത് ചെയ്യില്ല, ഫീസ് അടക്കാൻ, പരീക്ഷയ്ക്ക് ഫീസ് അടക്കാൻ ഇതുവരെ കഴിയുന്നില്ല. വളരെ നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്, പക്ഷെ സാമ്പത്തികമാണ് അവളുടെ പ്രശ്നം. അങ്ങനെയുള്ള സാവിത്രിയുമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവരോട് നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക എന്നുള്ള അവരുമായുള്ള സംഭാഷണമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ, അപ്പോൾ 1, 2, 3 പ്രവർത്തനങ്ങൾ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ നന്നായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠവുമായി വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.